അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഈ ലോകം ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള വിപ്ലവാത്മകമായ ഒരു തിരിച്ചുവരവിനാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് രണ്ട് വൻ വാർത്തകളാണ് ലോകമാധ്യമങ്ങളിൽ ആകെ പടർന്നു പിടിക്കുന്നത്. സ്വന്തം 80ാം ജന്മദിനത്തിൽ ലോകസമാധാനത്തിനായുള്ള ഒരു നിർണായക കരാറിൽ ഒപ്പുവെക്കാൻ ഒരുങ്ങുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, മറുഭാഗത്ത് ആ ചരിത്രപരമായ നീക്കത്തെ അണിയറയിലിരുന്ന് തകർക്കാൻ ശ്രമിച്ച സ്വന്തം സഖ്യകക്ഷിയായ ഇസ്രായേൽ. ഒടുവിൽ നെതന്യാഹുവിനെ പരസ്യമായി പച്ചത്തെറി വിളിച്ച് നിലക്കു നിർത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ആ അടിയന്തര പ്രഖ്യാപനവും അതിൻ്റെ പിന്നിലെ നാടകീയമായ കഥകളുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോയ നിമിഷത്തിലേക്ക് വരാം. അമേരിക്കയും ഇറാനും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന കടുത്ത ശത്രുത അവസാനിപ്പിക്കാൻ പോകുന്ന ആ നിർണായക സമാധാന കരാറിലേക്ക് ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ലെബനൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ കടുത്ത ബോംബാക്രമണം നടത്തുന്നത്. ഈ ഒരൊറ്റ സൈനിക നീക്കത്തിലൂടെ ട്രംപിൻ്റെയും ഇറാൻ്റെയും സമാധാന ചർച്ചകളെ മുഴുവനായി അട്ടിമറിക്കുക എന്നതായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ലക്ഷ്യം. എന്നാൽ സ്വന്തം ജന്മദിനാഘോഷങ്ങളുടെ തിരക്കിലായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഈ വാർത്തയെറിഞ്ഞ് പൂർണ്ണമായും നിയന്ത്രണം വിട്ടു. ഉടൻ തന്നെ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് കടുത്ത ഭാഷയിലാണ് ട്രംപ് ആക്രോശിച്ചത്. തികച്ചും അനാവശ്യമായ ഒരു യുദ്ധമുണ്ടാക്കി ഈ സമാധാന കരാറിനെ തകർക്കാൻ ശ്രമിച്ച നെതന്യാഹുവിൻ്റെ ഗൂഢതന്ത്രങ്ങളെ ഡൊണാൾഡ് ട്രംപ് കടുത്ത ദേഷ്യത്തോടെയാണ് നേരിട്ടത്. സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ലോകസമാധാനത്തെയും അമേരിക്ക ഇറാൻ ബന്ധത്തെയും ഇല്ലാതാക്കാൻ നോക്കിയ നെതന്യാഹുവിൻ്റെ എല്ലാ അടവുകളും പക്ഷേ ട്രംപിൻ്റെ ആ ദേഷ്യത്തിന് മുന്നിൽ പാടെ തകർന്നുപോയി. നെതന്യാഹുവിൻ്റെ കടുത്ത എതിർപ്പുകളെയും വെല്ലുവിളികളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ട്രംപ് ആ വിപ്ലവാത്മകമായ സമാധാന കരാർ വിജയകരമായി പൂർത്തിയാക്കുക തന്നെ ചെയ്തു. ഒടുവിൽ ആ ചരിത്ര പ്രഖ്യാപനം ഗംഭീരമായി തന്നെ ട്രംപ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അമേരിക്ക ഇറാൻ സമാധാന കരാർ ഇപ്പോൾ പൂർണ്ണമായും വിജയത്തിലെത്തിയിരിക്കുന്നു. ഈ കരാറിലെ ഏറ്റവും വലിയ നേട്ടം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ സ്ട്രിറ്റ് ഓഫ് ഹോർമൂസ് ഇനി എല്ലാവർക്കുമായി തുറന്നു കൊടുക്കും എന്നുള്ളതാണ്. വർഷങ്ങളായി രാജ്യാന്തര നാവിക ഗതാഗതത്തിനും കപ്പൽ ചാലുകൾക്കും മേൽ നിലനിച്ചിരുന്ന കടുത്ത ഭീതിയും ആകുലതകളും ഈ ഒരൊറ്റ പ്രഖ്യാപനത്തോടെയാണ് ഇല്ലാതായത്. കരാറിൻ്റെ ഭാഗമായി ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന കഠിനമായ സാമ്പത്തിക ബാങ്കിംഗ് ഉപരോധങ്ങൾ മുഴുവൻ പിൻവലിച്ചു കഴിഞ്ഞു. ഇറാനെ വീണ്ടും ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാക്കുമ്പോൾ തിരിച്ച് ഇറാൻ അവരുടെ ആണവായുധ നിർമ്മാണ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കാനും തയ്യാറായിട്ടുണ്ട്. ഇനി മുതൽ അന്താരാഷ്ട്ര നിരീക്ഷണ സംഘങ്ങൾക്ക് മുന്നിൽ ഇറാൻ്റെ എല്ലാ ആണവ നിലയങ്ങളും പൂർണ്ണമായും തുറന്നുകാട്ടും. മിഡിൽ ഈസ്റ്റിലെ യുദ്ധഭീതി പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടി തങ്ങളുടെ പ്രോക്സി ഫോഴ്സുകളെ പിൻവലിക്കാമെന്നും ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. നെതന്യാഹുവിൻ്റെ എല്ലാ തടസ്സവാദങ്ങളെയും വെട്ടിനിരത്തിക്കൊണ്ട് ട്രംപ് നേടിയെടുത്ത ഈ ഡിപ്ലോമാറ്റിക് വിജയം ലോകരാഷ്ട്രത്തിൻ്റെ ഭൂപടത്തെ തന്നെയാണ് മാറ്റിമറിക്കുന്നത്. വർഷങ്ങൾ നീണ്ട ശത്രുതയുടെ കാലഘട്ടത്തിന് വിട നൽകിക്കൊണ്ട് ഒരു പുതിയ സമാധാന യുഗത്തിലേക്ക് ലോകം കാൽവെക്കുമ്പോൾ ഈ കരാർ വരും തലമുറകളുടെ സുരക്ഷിതത്വത്തിന് തന്നെ വലിയൊരു വഴികാട്ടിയാകുമെന്ന് ഉറപ്പാണ്.